ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ കാലവും കടന്നു പോകും. അതെ, ഈ കൊറോണ കാലവും കടന്നു പോകും. ഈ ഒരു ശുഭചിന്തയോടെ നിങ്ങൾ ഏവരെയും ഉളവൈപ്പ് ഇടവകയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഓൺലൈൻ അസംബ്ലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഏഞ്ചലിൻ ബിനുവിനെ ക്ഷണിക്കുന്നു. വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളം ഉള്ളിലേകണേ. വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളം ഉള്ളിലേകണേ. വചനം പഠിക്കുവാൻ, വചനം ജീവിച്ചിടാൻ, വചനം പകർന്നു രക്ഷ സ്വന്തമാക്കിടാൻ. വിളവേറെ നൽകിടും വയലായൊരുക്കണേ, വിശുദ്ധിയെ ലക്ഷ്യമായി മുന്നേറിടാൻ. വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളം ഉള്ളിലേകണേ. വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളം ഉള്ളിലേകണേ. ഈശോ നീ ബാല്യത്തിൽ വളർന്ന പോലെ ഈ ലോകി എന്നെ നയിച്ചിടണമേ. ജ്ഞാനത്തിൽ പ്രായത്തിൽ പ്രീതി നേടാൻ നിന്റെ അരൂപയെ നൽകിയിടണേ. എന്നുള്ളിൽ പതിയും നിൻ വചനങ്ങളെ എന്നാളും കർമ്മങ്ങളാക്കി മാറ്റാം. എൻ മാതാപിതാക്കളെ ഗുരുഭൂതരെ എന്നെന്നും ബഹുമാനത്തോടെ കാണാൻ. എന്നാളും എല്ലാവർക്കും നന്മ ചെയ്യാൻ എന്നെ നിൻ സ്വന്തമായി തീർത്തിടണേ. എന്നാളും എല്ലാവർക്കും നന്മ ചെയ്യാൻ എന്നെ നിൻ സ്വന്തമായി തീർത്തിടണേ. വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളം ഉള്ളിലേകണേ. വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളം ഉള്ളിലേകണേ. കുട്ടികളുടെ പ്രാർത്ഥനയ്ക്കായി ആഷ്ലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കുട്ടികൾക്കായ പ്രാർത്ഥന. ഞങ്ങളുടെ പരിപാലന ദൈവമേ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന അതിരട്ട സ്നേഹത്തിനും കാരുണ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. തിരുവചനത്തിലൂടെ അങ്ങയെ അനുഭവിച്ചറിയാനും അനുദിന ജീവിതത്തിൽ വിശുദ്ധിയിൽ വളരുവാനും പരസ്പരമുള്ള ബന്ധങ്ങളിൽ കരുണയോടെ കരുതലാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിൽ ഞങ്ങളുടെ അമ്മയായ കത്തോലിക്ക സഭയെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുഭൂതന്മാരെയും സഹപാഠികളെയും അങ്ങയുടെ സ്നേഹവലയത്തിൽ സംരക്ഷിച്ചു കൊള്ളണമേ. എല്ലാവരോടും പ്രത്യേകിച്ച് വൃദ്ധജനങ്ങളോടും ബലഹീനരോടും ആദരവോടും വിനയത്തോടും കൂടെ പെരുമാറുവാനുള്ള ആത്മീയ പ്രകാശം വിശ്വാസ പരിശീലനത്തിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. മറ്റെല്ലാ ബന്ധങ്ങളെക്കാളും ഉപരിയായി അങ്ങനെയുള്ള ബന്ധത്തിലും ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ ക്രിസ്തീയ വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുവാനും സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും സമൂഹത്തിൽ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ലോകത്തിനെന്നും സമാധാനമേകുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ അധ്യാപകരെയും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്താൽ നിറയ്ക്കുകയും നവീകരിക്കുകയും ചെയ്യണം. ഈ വർഷം പ്രത്യേകമായി സ്നേഹമെന്ന ദൈവിക പുണ്യത്തിൽ വളരുവാനും സ്നേഹിക്കുന്ന ദൈവത്തോടൊപ്പമായിരിക്കാനും ഈശോയെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും ഞങ്ങളെ ഒരുക്കണമേ. ആമേൻ. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ഫിലോമിന ടീച്ചറെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹമുള്ള കുഞ്ഞുമക്കളെ, ദേവാലയത്തിൽ നാം ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുവാൻ കഴിയാതെയായിട്ടും തമ്മിൽ കാണാൻ സാധിക്കാതെയായിട്ടും 6 മാസം, ഒരു വർഷത്തിൻ്റെ പകുതിയായി. ആദിമസഭയെ പീഡിപ്പിച്ചിരുന്ന കാലത്ത് പോലും അവർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുകയും അപ്പം മുറുക്ക ശുശ്രൂഷ നടത്തുകയും ചെയ്തു വന്നു. എന്നാൽ കൊറോണ എന്ന ഈ മഹാമാരി മൂലം നമുക്ക് ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 9ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ അടുക്കൽ പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുവാൻ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ അവർക്കത് അവനെ സുഖപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല. ഈശോ അവനെ സുഖപ്പെടുത്തുന്നു. 28-29 വാക്യങ്ങളിൽ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? ഈശോ
ശിഷ്യന്മാരോട് പറയുന്നു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നും കൊണ്ടും ഈ വർഗം പുറത്തു പോകുകയില്ല. കൊറോണ എന്ന ഈ മഹാമാരിയെ ഉന്മൂലനം ചെയ്യുവാൻ നമുക്ക് ശക്തമായി തന്നെ പ്രാർത്ഥിക്കാം. ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ, രോഗികൾ, രാവും പകലും വെയിലും മഴയും കൊണ്ട് ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസുകാർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അധികം വൈകാതെ തന്നെ ദേവാലയത്തിൽ നാം ഒരുമിച്ചുകൂടി ദിവ്യബലി അർപ്പിക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ഈശോ മിശിഹായ്ക്കും സങ്കീർത്തന ആലാപനത്തിനായി ആമോസിനെ ക്ഷണിക്കുന്നു. അസ്വസ്ഥരാകാനും സംഭ്രമിക്കുവാനും പലായനം ചെയ്യുവാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലും ഭയപ്പെടേണ്ട എന്നരുൾ ചെയ്യുന്ന ദൈവ സാന്നിധ്യം യേശുക്രിസ്തുവിൽ സംലപ്തമാക്കി നിങ്ങളുടെ ഹൃദയം സ്വസ്ഥമാക്കണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന ആശ്വാസവചനം ക്രിസ്തുവിന്റെ അധരങ്ങളിൽ നിന്നാണ് പുറപ്പെട്ടത്. അസ്വസ്ഥ മനസ്സുകൾക്ക് ആശ്വാസവും ആലംബവും പ്രദാനം ചെയ്യുന്ന 11 സങ്കീർത്തനം നമുക്ക് ആലപിക്കാം. പ്രതിവചനമായി ഞാൻ കർത്താവിൽ അഭയം തേടുന്നു എന്ന് ഏറ്റുചൊല്ലാം. പക്ഷിയെപ്പോലെ പർവ്വതങ്ങളിൽ പോയി ഒളിക്കുക എന്ന് നിങ്ങളോട് എങ്ങനെ പറയാൻ കഴിയും? നിഷ്കളങ്ക ഹൃദയരെ ഇരുട്ടത്തെയ്യാൻ വേണ്ടി ദുഷ്ടന്മാർ വില്ല് കൊലച്ച് അമ്പ് തൊടുത്തിരിക്കുന്നു. അടിത്തറ തകർന്നാൽ നീതിമാൻ എന്തു ചെയ്യും? കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവിടുത്തെ സിംഹാസന സ്വർഗത്തിലാണ്. അവിടുത്തെ കണ്ണുകൾ മനുഷ്യ മക്കളെ കാണുന്നു. അവിടുന്ന് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. കർത്താവ് നീതിമാരെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു. അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു. ദുഷ്ടരുടെ മേൽ അവിടുന്ന് തീക്കനലും ഗന്ധവും വർഷിക്കും. അവരുടെ പാനപാത്രം നിറയെ ഉഷ്ണക്കാറ്റായിരിക്കും. കർത്താവ് നീതിമാനാണ്. അവിടുന്ന് നീതിയുക്തമായ പ്രവർത്തികൾ ഇഷ്ടപ്പെടുന്നു. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. ഒരു യാത്രയാണെന്ന് നാം എല്ലാം കേട്ടിട്ടുണ്ട്. ദൈവത്തെ മനുഷ്യരെ സ്നേഹിച്ച് ജീവിക്കുമ്പോഴാണ് ആ യാത്ര സഫലമാകുന്നത്. മരണത്തിനു മുമ്പും പിമ്പും വിശുദ്ധയായ വ്യക്തിയെന്ന് വിശേഷിക്കപ്പെട്ട വിശുദ്ധ മദർ തെരേസ അർത്ഥപൂർണമായ ജീവിതം നയിച്ചവളാണ്. ജന്മം കൊണ്ടും അൽമേനിയക്കാരെയും കർമ്മം കൊണ്ട് ഇന്ത്യക്കാരെയും വിശ്വാസം കൊണ്ട് ക്രിസ്ത്യാനിയുമാണ് മദർ തെരേസ. ഭാരതത്തിന്റെ യശസ് ലോകമെങ്ങും ഉയർത്തുവാനും മദറിന് കഴിഞ്ഞു. കർമ്മനിരതവും ദൈവസ്നേഹവും പ്രചോദിതവുമായ ആ ധന്യ ജീവിതത്തെ അടുത്തറിയുന്നത് നമ്മിൽ ആഹ്ലാദവും അഭിമാനവും നിറയ്ക്കും. ദിവ്യബലിയിൽ നിന്നാണ് സഹായിക്കാനുമുള്ള കാര്യത്തെ നേടുന്നതെന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ മദർ തെരേസ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മോടൊപ്പം നമുക്കിടയിൽ ജീവിച്ച വ്യക്തിയാണ്. ആധുനിക കാലത്ത് ക്രിസ്തുവിനെ എങ്ങനെ സാക്ഷ്യം നൽകാമെന്ന് ആ വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നു. മദർ തെരേസയുടെ ജീവിതത്തെ അടുത്തറിയുന്നത് നമുക്ക് അഗതികളോട് അലിവോടെ പെരുമാറാം. അങ്ങനെ യേശുവിന്റെ സ്നേഹം പകരാം. വചനം പങ്കുവയ്ക്കുന്നതിനായി കുട്ടികളെ ക്ഷണിക്കുന്നു. കർത്താവെ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, എന്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. സങ്കീർത്തനം 5-ാം അധ്യായം 1-ാം വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്നെ പേടി ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്റേതാണ്. ഏശയ്യാ പ്രവാചകൻ 43-ാം അധ്യായം 1-ാം വാക്യം. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. പ്രഭാഷകൻ 2-ാം അധ്യായം 6-ാം വാക്യം. സഭാവാർത്തകൾക്കായി ആമോസിനെ ക്ഷണിക്കുന്നു. വാർത്തകൾ. ബധിരർക്കും മൂകർക്കും വേണ്ടിയുള്ള ഫാമിലി കൗൺസിലിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി KCBC തലത്തിൽ ബധിരരും മൂകരുമായ ദമ്പതികൾക്ക് വേണ്ടിയുള്ള ഫാമിലി കൗൺസിലിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം പാലാരിവട്ടം POCയിൽ നടന്നു. ഇത് പരസ്പരം ഉൾക്കൊള്ളാനും മനസ്സിന്റെയും ഹൃദയത്തിന്റെയും ഐക്യമുണ്ടാകും എന്നത് അവരിൽ പൊതുപ്രതീക്ഷയുടെ വെളിച്ചമായി. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം ഉറപ്പാക്കാൻ സഭാ സംവിധാനങ്ങൾ നടപടിയെടുക്കണം. സീറോ മലബാർ സിനഡ്. ഓരോ ഇടവകാതിർത്തിയിലും പട്ടിണി നേരിടുന്ന ഭവനങ്ങളെ കണ്ടെത്തി അവർക്ക് ഭക്ഷണ ലഭ്യത ഉറപ്പുവരുത്താനുള്ള കാര്യക്ഷമവും പ്രായോഗികവുമായുള്ള സംവിധാനങ്ങൾ ഇടവക തലത്തിൽ നടപ്പാക്കണമെന്ന് സീറോ മലബാർ സിനഡ് ആവശ്യപ്പെട്ടു. കോവിഡ് മൂലം മെക്സിക്കോയിൽ മരിച്ച വൈദികരുടെ എണ്ണം 70ആയി. കർഷകരോടും കാർഷിക മേഖലയോടും സർക്കാർ വിവേചനം അവസാനിപ്പിക്കണം. കർദിനാൾ മാർ ആലഞ്ചേരി. ഞങ്ങളുടെ ഈ ഓൺലൈൻ അസംബ്ലിക്കായി എല്ലാ സഹായവും നൽകിയ വർഗീസ് മുഞ്ഞലിയച്ചനും HM മാർട്ടിൻ സാറിനും ക്ലാസ് ടീച്ചർ ഫിലോമിന ടീച്ചറിനും നോബൻ സാറിനും സാങ്കേതിക സഹായങ്ങൾ നൽകിയ റോജൻ സാറിനും ഒരുപാട് നന്ദി. നാം വീണ്ടും ഈ ദേവാലയത്തിൽ ഒന്നിച്ചുകൂടും. അതുവരെയും സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി ഓണം.